വെൽക്കം ടു IAS ഫാക്ടർ. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിലിംസ് 2025. ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ച പോലും ഇല്ല, അടുത്ത ഞായറാഴ്ച നമ്മൾ പരീക്ഷയിലേക്ക് പോവുകയാണ്. സോ എല്ലാവരും ഒബ്വിയസ്ലി നല്ല പ്രഷർ ഉണ്ടാവും പഠിക്കാൻ. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എളുപ്പമല്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഈ സെഷനിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ എണീക്കുന്ന സമയം, വേക്കപ്പ് ഏർലി. ഇത് പല ആൾക്കാരും ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. കാരണം എനിക്കറിയാം നമ്മൾ എപ്പോൾ എണീക്കുന്നു എന്നുള്ളത് ഒരു റിലേറ്റീവ് ചോദ്യമാണ്. പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്ക് വാട്ട് ഈസ് ദ 9:30 AM മൈൻഡ് സെറ്റ്? എന്താണ് രാവിലെ 9:30ക്ക് എണീക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് എന്ത് ബേസിസിലാണെന്നാണ് ഇതിൽ ഡിസ്കഷൻ പോയിന്റ് വരുന്നത്. 9 മണിക്കാണ് നമ്മുടെ പ്രിലിംസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വേണ്ടേ? അപ്പോൾ ഇതിൽ പല ആൾക്കാരും ഏർലി റൈസേഴ്സ് ആയിരിക്കും. നിങ്ങളിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒബ്വിയസ്ലി ഒരു 5 മണിക്കൊക്കെ 5 മണിക്ക് എണീറ്റ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, 6 മണിക്ക് എണീക്കുന്നവരുണ്ടാവും. ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ അപ്പോഴും എനിക്ക് ഉറപ്പാണ്, മെജോറിറ്റി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആസ്പിരൻസ് എന്ന് പറയുന്നത് നോക്ടേണൽ ക്രീച്ചേഴ്സ്. നമ്മൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിലെല്ലാം എണീറ്റിരുന്ന് ഒരു പുലർച്ചെ പല ആൾക്കാരും ഉറങ്ങുന്നത് തന്നെ 4 മണിക്കാണ്, 4 AM ഉറങ്ങുക. പിന്നീട് അവർ എണീക്കുന്നത് ഒരു 12 മണിക്കൊക്കെ ആയിരിക്കും എണീക്കുന്നത്. പിന്നീട് അത് പഠിച്ചു പോകും. ഇത് ഓക്കെയാണ്. ഇത്രയും കാലം നിങ്ങളിത് ചെയ്താൽ ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് ഇതായിരിക്കും. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഏർലി റൈസേഴ്സ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരുപാട് ആൾക്കാർ നോക്ടേണലാണ്, അത് രാത്രിയിലാണ് അവർ കൂടുതൽ പഠിക്കുന്നത്. ഇതിൽ ഏത് ശരി ഏത് തെറ്റെന്നുള്ളൊരു ഡിബേറ്റിനല്ല ഞാനിവിടെ വന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് നമ്മൾ സിവിൽ സർവീസ് IASന്റെ എക്സാം എഴുതാൻ പോകുമ്പോൾ പ്രിലിമിനറി പരീക്ഷ രാവിലെ 9:30 തന്നെയാണ് നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. 9:30 to 11:30 ആണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ചെറിയൊരു സ്ട്രാറ്റജി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം നിങ്ങൾ ഈ രീതിയിൽ ഇനിയിപ്പോൾ ഒരാഴ്ച ലെസ് ദാൻ വൺ വീക്കിന് പരീക്ഷയ്ക്ക് മുന്നേ ഈ ഒരു ടൈം ടേബിളിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ 9:30 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടൈം, നമ്മുടെ മനസ്സും നമ്മുടെ ലോജിക്കും നമ്മുടെ ബ്രെയിനും ഒക്കെ ആക്റ്റീവായിട്ട് 9:30 ഇരിക്കണം. നിങ്ങൾ ഇനിയും ഇത്രയും നാൾ ചെയ്തത് എനിക്ക് കുഴപ്പമില്ല. ഇതിൽ ചില ആൾക്കാർക്ക് ഇത് കുഴപ്പം ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ മെജോറിറ്റി ആൾക്കാർക്ക് ഇതൊരു പ്രശ്നമായിരിക്കും. നിങ്ങൾ ഇനി ഇത് മാറ്റിയെടുത്തില്ല, തലേ ദിവസം നിങ്ങൾക്ക് ഉറക്കം വരില്ല. അതായത് പരീക്ഷ ഞായറാഴ്ച ആണെങ്കിൽ ശനിയാഴ്ച നിങ്ങൾക്ക് ഉറക്കം വരില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ രാവിലെ 9:30 ആകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വേണ്ട രീതിയിലൊരു പീക്കിലെത്തില്ല. നമ്മുടെ മൈൻഡ് എല്ലാം ശീലിച്ചു പോയില്ലേ. 11 അല്ലെങ്കിൽ ഒരു മണിക്ക് പഠിച്ച് ആ പീക്കിൽ നമുക്ക് ഈ ടൈമിൽ എത്താൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത ഒരാഴ്ചക്കെങ്കിലും ഒരു 5 ദിവസം 6 ദിവസമെങ്കിലും നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിള് പെട്ടെന്ന് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളൊരു എഫേർട്ട് എടുത്ത് നോക്കണം. കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടത്, ഇനി ഇതിൻ്റെ നെഗറ്റീവ്സ് ക്രിറ്റിസിസം പറയുന്ന ആൾക്കാരുണ്ട്, ഇനി ഒരാഴ്ച കൊണ്ട് മാറ്റി എനിക്ക് തീരെ വയ്യാണ്ടാവും. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശനിയാഴ്ചയും സാറ്റർഡേയും നിങ്ങൾ ഇതേപോലെ തന്നെ നേരത്തെ കിടന്നാൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല. കാരണം നിങ്ങളുടെ ബയോളജിക്കൽ സൈക്കിൾ അഡ്ജസ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഒന്ന് ഈ ഒരു ടൈം ടേബിളിലേക്ക് രാവിലെ 9:30 നമ്മൾ പഠിച്ച് നമ്മുടെ ബ്രെയിൻ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്, അതായത് നോർമൽ കോഴ്സിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ 1 o'clock ആക്റ്റീവ് ആവുള്ളൂ. ഇനി നിങ്ങൾ എന്തൊക്കെ എനിക്കെതിരെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞാലും ഇത്രയും നാൾ ചെയ്യാത്ത സാധനം ഇനി 5 ദിവസം 6 ദിവസം ചെയ്താലൊക്കെ ഞാൻ മൊത്തം എൻ്റെ പ്രിപ്പറേഷൻ കൊളാവും. പക്ഷേ സാറ്റർഡേ രാത്രി നിങ്ങൾക്ക് ഉറക്കം വരില്ല എന്നൊരു സത്യം കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കാരണം 9:30 AM നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ എവിടെയൊക്കെയോ ഒരു ഉറക്കച്ചടവോ അല്ലെങ്കിൽ യു ഫീൽ ഡിസി, യു ഫീൽ കംപ്ലീറ്റ്ലി ഓഡ്. ആ ഓഡ് ഫീലിംഗ് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ UPSCയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഈ പടം കാണുന്ന പോലെ തന്നെയാണ്, ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെയാണ് UPSCയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കൺഫ്യൂസ്ഡ് ആയിരിക്കും. സോ നല്ല എലിമെൻറ്റ് ഓഫ് ലോജിക്കും ഓപ്പൺ മൈൻഡ് സെറ്റും നല്ല തിങ്കിങ് ഒക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഇതേപോലത്തെ ക്ലൈമറ്റ് ഇന്ത്യ സ്ട്രാറ്റജി ഇൻ ക്ലൈമറ്റ് ഡിപ്ലോമസി ടു സൗത്ത് ടു സൗത്ത് കോർപ്പറേഷൻ, ഇങ്ങനെയൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇതിൽ ഏതാണ് എലിമെൻറ്റ്, ഇത് തെറ്റാണോ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് തെറ്റാണ്. കുറേയൊക്കെ നിങ്ങൾക്ക് അപാരമായ ലോജിക്കും മൈൻഡ് സെറ്റൊക്കെ വേണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം നിങ്ങൾ. അല്ലാതെ നിങ്ങൾ സ്ലീപ്പി മൈൻഡോട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ ഇരുന്ന് അവസാനം 11:30 പരീക്ഷ കഴിയുകയും ചെയ്യും. അവസാനം 1 മണിക്ക് നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവായും വരും. 2:30 അടുത്ത CSAT പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ നല്ല ആക്റ്റീവായിട്ടിരിക്കും. പക്ഷേ രാവിലത്തെ പരീക്ഷയാണല്ലോ ഇതിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ മാറ്റാൻ ശ്രമിക്കുക. ഈ വരുന്ന ഒരാഴ്ചയെങ്കിലും നിങ്ങൾ സ്ലീപ്പ് സൈക്കിൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കാൻ പറ്റും. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതേപോലെ തന്നെ ആ ഒരു ഡീപ്പ് നോളജിൽ യു ക്യാൻ അറ്റ്ലീസ്റ്റ് അറ്റംപ്റ്റ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്.
ഇത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഉറക്കം നിസ്സാരമായി കാണണ്ട. ചോദ്യങ്ങൾ എലിമിനേറ്റ് ചെയ്യാനും നമുക്ക് നല്ല മൈൻഡ് വേണം എന്നുള്ളത് ഓർത്ത് വെക്കുക. നിങ്ങൾക്കിനി കുഴപ്പമൊന്നുമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സെഷൻ ചെയ്തത്. ഓക്കെ, സോ ഇതേപോലത്തെ ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ഇനിയും അപ്ലോഡ് ചെയ്യാം. സോ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ IAS Factor ആൻഡ് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്.